Chapter 5 Data Handling. In our day-to-day life, we might have come across so many informations such as runs made by a batsman in last 10 test matches, the number of wickets taken by a bowler, the marks scored by the students in your class, number of storybooks read by your friend. Okay, these are some informations. Okay, these informations are called data. Okay, these collected informations are called data. Data, we learned in earlier classes, data can be represented by graphically. Okay, graphically നമ്മൾ data represent ചെയ്തത് മുൻപ് പഠിച്ചിട്ടുണ്ട്. Some examples we can see. First one is a pictograph. See that this is a pictograph. Pictograph is a pictorial representation of data using symbols. Okay, ഏതെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് പിക്ചറൈസ് ചെയ്യുന്നതിനാണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. See here it is given that the number of cars produced by a company during the months July, August, September. ഈ മന്ത്സിൽ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർസിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Here they are using the symbol of a car. One car means 100 cars. Okay, one symbol stands for 100 cars. Okay, from this we can see that in July month they produced how many cars? 100 plus 100, and here it is a half of a car. Half means one full car means 100 cars. Half means 50. 100 plus 100 plus 50, 250. Okay, in July month there are 250 cars were produced. Like that ഓരോ മന്തിലെയും പ്രൊഡക്ഷൻസ് നമുക്ക് ഇങ്ങനെ പിക്ടോഗ്രാഫിലൂടെ കാണാൻ സാധിക്കും. Next we learned a bar graph. A bar graph is displaying information using bars. The bars are in uniform width and height. Okay, യൂണിഫോം വിഡ്ത്തിലുള്ള ബാറുകൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ഇൻഫർമേഷൻ ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8 ഡ്യൂറിങ് ഡിഫറെൻറ്റ് അക്കാഡമിക് ഇയേഴ്സ്. ഓരോ അക്കാഡമിക് ഇയറിലെയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ക്ലാസ് 8 നമ്പർ ഓഫ് സ്റ്റുഡൻസിനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ 2003 to 2004 there are 100 students. 2004 to 2005 there are 200 students. അങ്ങനെ ഓരോ ഇയറിലെയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ ബാർ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് വി ലേൺഡ് ദ ഡബിൾ ബാർ ഗ്രാഫ്. Double bar graph. Double bar graph means showing a set of two set of data. Okay, രണ്ട് സെറ്റ് ഓഫ് ഡാറ്റനെ ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഡബിൾ ബാർ ഗ്രാഫ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡബിൾ ബാർ കാണാൻ പറ്റും, ഡബിൾ ബാർസ് കാണാം. ദാറ്റ് മീൻസ് ഇവിടെ സബ്ജക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കുട്ടിക്ക് 2 വർഷങ്ങളിലായിട്ട് 2 അക്കാഡമിക് ഇയേഴ്സിൽ കിട്ടുന്ന മാർക്കിൻ്റെ ഓരോ സബ്ജക്റ്റിലെയും മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ മാത്സ് ദ സ്റ്റുഡൻറ്റ് ഗോട്ട് 30 marks in 2005-2006, that academic year. In next academic year 2006 to 2007 he got the marks 60 in maths. ഓക്കെ, അങ്ങനെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ അക്കാഡമിക് ഇയറിലെയും അടുത്തടുത്ത 2 അക്കാഡമിക് ഇയറിനെയാണ് ഈ 2 ബാർസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഡബിൾ ബാർ ഗ്രാഫ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ മെയിനായിട്ട് പഠിച്ചിട്ടുള്ള ബാർ ഗ്രാഫ്സുകൾ. Next is organizing data. Usually the data available is called as raw data. Okay, നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റനെ നമ്മൾ ആദ്യം പറയുന്നത് റോ ഡാറ്റ എന്നാണ്. അപ്പോൾ മീനിങ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഓർഗനൈസ് ദാറ്റ് ഡാറ്റ സിസ്റ്റമാറ്റിക്കലി. അത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതിനാണ് ഓർഗനൈസിങ് ഡാറ്റ എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് a group of students was asked for their favorite subjects. Okay, കുറച്ച് കുട്ടികളുടെ അടുത്ത് ഫേവറേറ്റ് സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, the first student like art, second one likes mathematics, science, English, then mathematics, like that. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഡാറ്റ തന്നാൽ ദിസ് ഈസ് എ റോ ഡാറ്റ, നമുക്ക് ഇതിനെ പെട്ടെന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഓർഗനൈസ് ദീസ് ഡാറ്റ. ഫോർ ദാറ്റ് ഇറ്റ് ഈസ്
ടാബ്ലേറ്റഡ് ഇൻ എ ടേബിൾ. ഓക്കെ, ഒരു ടേബിളിൽ അത് ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം സബ്ജക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞ മെജോറിറ്റി സബ്ജക്ട്സുകളാണ് ആർട്ട്, മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്. ദെൻ ടാലി മാർക്സ് യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര കുട്ടികളാണെന്ന് ടാലി മാർക്സ് യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ആർട്ട്, ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ആർട്ട്? 7 സ്റ്റുഡൻസ്. മാത്തമാറ്റിക്സ് ലൈക്ക് 5 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റേനെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ ഫോമിലാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് ടാലി മാർക്സ്. ഈ ടാലി മാർക്സിൻ്റെ എണ്ണത്തിനാണ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഫ്രീക്വൻസി ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ആർട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് മാത്തമാറ്റിക്സ് ഇസ് 5. The frequency of students who like science is 6. The frequency of students who like English is 4. Okay, so these are the frequency, and this table is called the frequency distribution table. Some data can be organized like that. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടാലി മാർക്സ് യൂസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ബട്ട് സം ഡാറ്റാസ് നീഡ് ടു ഗ്രൂപ്പ്. ഓക്കെ, അവർ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഹിയർ ആർ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ മാത്തമാറ്റിക്സ് ബൈ 60 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 8. ക്ലാസ് 8ൽ 60 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മാത്സിൽ കിട്ടിയിട്ടുള്ള മാർക്സ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടാലി മാർക്സ് യൂസ് ചെയ്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ മാർക്സും നമ്മളിങ്ങനെ എടുത്തെഴുതണം അല്ലേ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗ്രൂപ്പ് ദം. ഈ തന്നിട്ടുള്ള ഡാറ്റേനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ദാറ്റ് ഈസ്, അതായത് ഒരു റേഞ്ച് കാണാം. ഇപ്പോൾ 0 മുതൽ 10 വരെ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് 10 തൊട്ട് 20 വരെ ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ് ഡാറ്റ. See here, this is the table, frequency distribution table for the above data. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ സബ്ജക്ട്സുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് സബ്ജക്ട്സ് അങ്ങനെ തന്നെ എഴുതാൻ പറ്റി. ബട്ട് ഹിയർ ദർ ആർ സോ മെനി നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടല്ലേ. സോ വി ഹാവ് ടു ഗ്രൂപ്പ് ദം. അപ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തു. 0 to 10 വരെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മാർക്സ് കിട്ടുന്നത് ആർക്കൊക്കെ എത്ര പേർക്കുണ്ടെന്ന്. അപ്പോൾ ടാലി മാർക്സ് യൂസ് ചെയ്തു. ദർ ആർ 2 സ്റ്റുഡൻസ്, സോ ദ ഫ്രീക്വൻസി ഈസ് 2. Then 10 to 20, between 10 to 20, how many students got? Again we used the tally marks. The frequency is 10. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ദ grouped frequency distribution. Okay, this is called grouped frequency distribution. Okay, from this we can see that most of the students have scored between 20 and 40. അല്ല, 20യുടെയും 40യുടെയും ഇടയിലാണ് കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന ഇങ്ങനെ 0 to 10, 10 to 20, 20 to 30, this it is called the class interval. Okay, this is called the class interval. ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ 0 to 10, 10 to 20 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമുക്ക് വി ഹാവ് എ കൺഫ്യൂഷൻ ഈസ് ദാറ്റ് 10 മാർക്സ് കിട്ടിയ കുട്ടിയെ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 0 to 10 എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇവിടെ 10 നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? ഈ ഇൻ്റർവെല്ലിൽ, ഈ ക്ലാസ് ഇൻ്റർവെല്ലിലാണ് 10 മാർക്സ് കിട്ടിയ കുട്ടിയെ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ ഇവിടെ 10 തൊട്ട് 19 വരെയുള്ള കുട്ടികളെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഹിയർ 20 മുതൽ 29 വരെയുള്ള കുട്ടികളെ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് നമ്പറിനെ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഇൻ്റർവെൽ തരികയാണെങ്കിൽ
The first number 50 is called the lower class limit and 60 is called the upper class limit. Okay, this is lower class limit and this is upper class limit. Okay, അപ്പോൾ 40 to 50 നോക്കുകയാണെങ്കിൽ 40 ആണ് ലോവർ ക്ലാസ് ലിമിറ്റ്, 50 ഈസ് ദി അപ്പർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ 40 എന്ന മാർക്സ് ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്യുക, ഇവിടെയല്ല. ഇവിടെ 39 വരെയുള്ള മാർക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ നമ്മൾ ചെയ്യുന്നത്. Let us again consider the grouped frequency distribution. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 6th സ്റ്റാൻഡേർഡിൽ യു ഹാവ് ലേൺഡ് അബൌട്ട് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? യു സീ ദാറ്റ് ഇവിടെ കണ്ടു 0 to 10, 10 to 20. അപ്പോൾ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ആ ഇൻ്റർവെല്ലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 0 to 10, 10 to 20, 20 to 30 ലൈക്ക് ദാറ്റ്. ആ നമ്പേഴ്സ് ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യുക. ആൻഡ് ഇൻ്റർവെല്ല് നോക്കിയിട്ട് കറക്റ്റ് എന്ത് ചെയ്യും? അഡ്ജോയിനിങ് ആയിട്ട് വരയ്ക്കുക. ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാർസ്. ദിസ് ഈസ് ദ ഹിസ്റ്റോഗ്രാം. ഓക്കെ, is given here clearly in page number 75. It is given clearly. It is ages of 25 teachers of a school. And this line is called the jagged line. Here ഇവിടെ എന്താണ് ഇതിൻ്റെ മീനിങ് എന്താണ്? 0, ദാറ്റ് ഈസ് ഈ ഒരു ഗ്യാപ്പിൽ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് the broken line has been used along the horizontal line to indicate we are not showing the numbers between 0 to 20. 0 to 20 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇങ്ങനെ ഈ ജാഗ്ഡ് ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഹിസ്റ്റോഗ്രാം.